قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر وبشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنة يا نبي نرى منك وصفات حسنات إننا نرجو بك ما فاز في الجنة نشهد محمد رسول الله نشهد محمد رسول الله أنت حبيب الله أنت رسول الله أنت حبيب الله أنت رسول الله أنت شفيع الله قد أرشد أمجد أرفع أكمل ياسين نبي الله قد نير نور جمل سهل طه نبي الله أكرم أنذر بشر أنجز نجا بحياة بخطاب بالقدوة وفى محمد نبي الله. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സർവാധിനാഥനായ പടച്ചതമ്പുരാന് ഭയപ്പെട്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ഇഹപര ജീവിതം ധന്യമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നാം പ്രത്യേകിച്ച്
ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം കഴിഞ്ഞ കുറച്ചു നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ അയൽ പ്രദേശമായ യമൻ സഹോദരങ്ങളുടെ പ്രയാസങ്ങളെക്കുറിച്ച്. യമനികൾ വളരെ സങ്കീർണവും ദുഃഖകരവുമായ ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും നിത്യോപയോഗ വസ്തുക്കളുടെ അപര്യാപ്തതയും അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സമയം മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾ എന്ന നിലക്കും ഈ ഒരു രാജ്യത്ത്, അറബ് രാജ്യത്ത് ജീവനോപാധി തേടി വന്നവർ എന്ന നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ശുക്ർ നൽകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെക്കാൾ ഈ സഹോദരങ്ങളെ സഹായിക്കുവാനും അവർക്ക് വേണ്ട സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഏറ്റവും അധികം ബാധ്യതപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഇത്തരം സഹോദരങ്ങൾ, ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ യമൻ സഹോദരങ്ങൾ ഉണ്ട് എന്നിരിക്കെ, കാരണം മഹാനായ നമ്മുടെ നേതാവ് മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യമൻകാരെ കുറിച്ച് പ്രത്യേകമായി പുകഴ്ത്തി പറഞ്ഞ ചില വാചകങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാകും അഹ്ലുൽ യമൻ ഹും അലിയനു ഖുലൂബൻ വഅറഖു അഫ്ഇദ അൽ ഈമാനു യമാൻ വൽ ഹിക്മത്തു യമാനിയ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതാകും അഹ്ലുൽ യമൻ, നിങ്ങളുടെ അടുക്കൽ യമനുകാർ വരും. അതാകും അഹ്ലുൽ യമൻ ഹും, അവർ അലിയനു ഖുലൂബൻ വഅറഖു അഫ്ഇദ, ലോലമായ മൃദുലമായ നിർമ്മലമായ മനസ്സിനുടമകളാണവർ. അൽ ഈമാനു യമാൻ വൽ ഹിക്മത്തു യമാനിയ, വിശ്വാസവും വിജ്ഞാനവും യമൻകാരിലുണ്ട് എന്ന്. ഇങ്ങനെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പുകഴ്ത്തി പറഞ്ഞൊരു വിഭാഗം ആളുകളാണ് യമൻകാർ. തീർന്നില്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ യമൻകാർക്ക് വേണ്ടി, യമൻ പ്രദേശത്തിന് വേണ്ടി, പ്രത്യേകമായി അവർക്ക് ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ. ഞങ്ങൾക്ക് മാത്രമല്ല ഷാമിലുള്ളവർക്കും, ഷാമിനും നീ ബർക്കത്ത് നൽകണമേ. തീർന്നത് രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണമേ, യമനിലും യമൻകാർക്കും നീ ബർക്കത്ത് നൽകണമേ എന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടുകൂടി, ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കണ്ട യമൻകാർ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്നിരിക്കെ, അനുയായികളാണ് എന്നിരിക്കെ ഈ പ്രയാസം കണ്ടില്ല എന്നടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വിശ്വാസികളായ നമ്മുടെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ എന്ന നിലക്ക് വിശ്വാസികളായ നമ്മുടെയൊക്കെ നിർബന്ധമായ ബാധ്യതയാണ് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത്. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത്, പ്രയാസമനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുള്ള കാര്യമാണെന്നും പടച്ച തമ്പുരാന്റെ സഹായം ലഭിക്കാൻ കാരണമായി തീരുമെന്നും മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യന്റെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ നീക്കാൻ നിങ്ങൾ തയ്യാറായാൽ തീർച്ചയായും പരലോകത്ത് മാത്രമല്ല ഇവിടെ വെച്ചും അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയാ നഫസല്ലാഹു അൻഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബത്തൻ മിൻ ഖുറബിദ് ദുനിയാ, ദുനിയാവിലെ ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കുവാൻ നിങ്ങൾ ആരെങ്കിലും തയ്യാറായാൽ, ഒരു പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസിയെ കാണുമ്പോ
അവന്റെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നഫസല്ലാഹു അൻഹു മിൻ ഖുറബി യൗമിൽ ഖിയാമ, നാളെ പരലോകത്ത് ആരാരും സഹായിക്കാനില്ലാത്ത സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് നീക്കിത്തരും. ആ പ്രയാസങ്ങൾ റബ്ബ് നിങ്ങൾക്ക് നീക്കിത്തരും. തീർന്നില്ല, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം എളുപ്പമാക്കി കൊടുത്താൽ, ആ പ്രയാസം ലഘൂകരിച്ച് നിങ്ങൾ കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, നാളെയുടെ ലോകത്ത് പരലോകത്തും ഇഹലോകത്തും നിങ്ങളുടെ പ്രയാസങ്ങൾ റബ്ബ് നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരനെ കാണുമ്പോ, മുഅ്മിനെ കാണുമ്പോ, അവനെ കാണുമ്പോ അവന്റെ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ ഒരു മുസ്ലിം തയ്യാറായാൽ, നാളെയുടെ ലോകത്തു മാത്രമല്ല ഇഹലോകത്തും പടച്ച തമ്പുരാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരുമെന്ന്. തീർന്നില്ല, വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമിന്റെ രഹസ്യമാരെങ്കിലും മറച്ചു വെച്ചാൽ, ഒരു മുസ്ലിമിന്റെ രഹസ്യമാരെങ്കിലും മറച്ചു വെച്ചാൽ, സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, നാളെയുടെ ലോകത്ത് രഹസ്യമെങ്ങാനും പുറത്തായി പോയാൽ അപമാനിതനാകുന്ന ലോകമുണ്ടല്ലോ, പരലോകമുണ്ടല്ലോ, ആ ലോകത്ത് നിങ്ങളുടെ രഹസ്യങ്ങൾ റബ്ബ് മറച്ചു വെക്കും, നിങ്ങളുടെ രഹസ്യങ്ങൾ റബ്ബ് സൂക്ഷിച്ചു വെക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, മനസ്സിലാക്കണേ മുസ്ലിമേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി, തീർച്ചയായും പടച്ച തമ്പുരാൻ ഒരു അടിമയെ സഹായിക്കുന്നത് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, ആ അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന സമയത്താ. എപ്പോഴാണോ നാം അഥവാ മനുഷ്യൻ അവന്റെ സഹോദരനെ സഹായിക്കുന്നത്, അപ്പോഴേ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകൂ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഇനിയും നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന് മാത്രമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ വിശദീകരിക്കുന്നിടത്ത്, റബ്ബിന്റെ ഇഷ്ടം ലഭിക്കുന്ന ആളുകളെ പറയുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല സുറൂറുൻ തുദ്ഖിൽഹു അലാ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന സമയമുണ്ടല്ലോ, ആരാണോ ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുന്നത്, അവന്റെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്ത്, അവന്റെ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുത്ത്, ഏത് സമയത്താണോ ഒരു മുസ്ലിമിനെ ഒരുത്തൻ സഹായിക്കുന്നത്, ആ സമയത്തതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം അവനെ ഇഷ്ടപ്പെടുകയാണ്. ഔ തക്ശിഫു അൻഹു കുർബ, അല്ലെങ്കിൽ അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കുമ്പോ, ഔ തഖ്ലി അൻഹു ദൈന, കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ആ പ്രയാസം അനുഭവിക്കുമ്പോ അവന്റെ കടം വീട്ടാൻ സഹായിച്ചാൽ, ഔ തത്റുദ് അൻഹു ജുആ, ഒരു മനുഷ്യൻ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടാം, വിശന്നിട്ട് വരാം പല രൂപത്തിലുള്ള, അപ്പോ ആ വിശപ്പ് മാറ്റാൻ നമ്മെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അങ്ങനെ സഹായിച്ചാൽ തീർച്ചയായും ആ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങളാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന സമയം നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, നാം മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ, ആ പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, മറ്റൊരുത്തന്റെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുന്നത് എന്ന് അവന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കാവണം സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഈ രാജ്യത്ത്, നാം കടന്നു വന്ന നമ്മുടെ രാജ്യത്ത് ഒരുപാട് ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്, അയൽക്കാരിലുണ്ട്, അയൽ പ്രദേശത്തുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും, ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, മേൽക്കൂരയില്ലാതെ ചൂടായാലും തണുപ്പായാലും അതെല്ലാം അനുഭവിച്ച് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവരെയൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് പാടില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ നിങ്ങൾ സഹായിക്കുന്നത്? അവരുടെ ചിരി കിട്ടാനല്ല, അവരുടെ സന്തോഷം കാണാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് നിങ്ങൾക്ക് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ നൽകിയതിന് നാഥൻ നിങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 272 ആയത്തിൽ പഠിപ്പിച്ചു, വമാ തുൻഫിഖു മിൻ ഖൈരിൻ യുവഫ ഇലൈക്കും, നിങ്ങൾ നല്ലതായ രൂപത്തിൽ എന്ത് ചെലവഴിച്ചാലും, നോക്കണേ, ചെലവഴിക്കുമ്പോ, സഹായിക്കുമ്പോ, മറ്റുള്ളവന്റെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി നാം ചെലവഴിക്കുന്ന സമ്പത്ത് അത് നല്ലതാവണം, അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായിരിക്കണം. ആ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്ത് നിങ്ങൾ എങ്ങനെ ചെലവഴിച്ചാലും ശരി, യുവഫ ഇലൈക്കും, നാളെയുടെ ലോകത്ത് പരലോകത്ത്
പരിപൂർണമായ രൂപത്തിൽ നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കും. വഅൻതും ലാ തുദ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും ആക്രമിക്കുകയില്ല, ഒരാളും നാളെയുടെ പരലോകത്ത് അനീതി കാണിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കാവണം ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്ന, അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ വിഷയമായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പാവപ്പെട്ടവരായ ആളുകളെ പരിഗണിക്കുക എന്ന വിഷയത്തെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, പ്രത്യേകിച്ച് ഈ സമയത്ത് ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ യമനിലെ വിശ്വാസികളായ ആളുകളെ, യമനിലെ പാവപ്പെട്ടവരായ ആളുകളെ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് പാടില്ല. മറിച്ച് അവരെ സഹായിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിനുവേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഈ നാട്ടിലെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും നമുക്കുണ്ടാവുന്ന രൂപത്തിൽ അവരെ സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുക. അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. അതോടൊപ്പം നിരന്തരമായി അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവരുടെ പ്രയാസങ്ങൾ നീ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, അവർക്ക് ഇസ്സത്ത് കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, അവർക്ക് ഹിദായത്ത് നൽകണമേ നാഥ എന്ന് നിരന്തരമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ശരി സഹോദരങ്ങളെ, ഇതൊരു യമൻകാരുടെ മാത്രം വിഷയമല്ല, ഇതൊരു യമൻ സമൂഹത്തിലെ ആളുകളുടെ മാത്രം വിഷയമല്ല. ലോകത്തൊരുപാട് ആളുകൾ, ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ശത്രുക്കളാലും അല്ലാതെയും മറ്റുള്ള പ്രയാസങ്ങളാലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരായ ആളുകൾ ഈ മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, ഒരു ഭാഗത്ത് സ്വന്തക്കാർ തന്നെ, സ്വന്തം അനുയായികൾ തന്നെ അവരെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു. നാം അറിയണം സഹോദരങ്ങളെ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ വെറും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ളത്. എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും, ആരടിച്ചമർത്താൻ വന്നാലും, ആരെതിരിടാൻ വന്നാലും ഒന്നെതിരിടാൻ പോലും പറ്റാതെ, ഒന്ന് കയർത്തൊന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ, അവർക്ക് നേരെ ഒന്ന് തുറച്ചു നോക്കാൻ പോലും പറ്റാതെ, ശത്രുക്കൾ എന്തു പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായി അതപ്പതിച്ചു പോയി ഇന്നത്തെ ഭൂരിഭാഗം മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇസ്ലാമിനൊരു ചരിത്രമുണ്ട്. ഇസ്ലാമിന്റെ ഇന്നലെയുടെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ സുന്ദരമായി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും, അല്ലേ? കേവലം 300ഓളം സൈന്യങ്ങൾ കൊണ്ട്, 300 പേരടങ്ങുന്ന സൈന്യം കൊണ്ട് അതിന്റെ 3 ഇരട്ടിയോളം വരുന്ന ശത്രു സൈന്യത്തെ അടിച്ചമർത്തിയ, ആയുധബലമില്ലാതെ ആൾബലമില്ലാതെ അടിച്ചമർത്തിയ ബദറിന്റെ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന അനുയായികൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? വെറും 6000ഓളം ആളുകൾ കൊണ്ട് 6 ലക്ഷം വരുന്ന ജൂത സൈന്യത്തെ അടിച്ചമർത്തിയ സലാഹുദ്ദീൻ അയ്യൂബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാ മുസ്ലിമീങ്ങൾ. പക്ഷേ ഇന്നതാ ഒരു ശത്രുവായ മനുഷ്യൻ മുസ്ലിമിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച്, നീ എവിടെ കിടക്കൂ, ഞാൻ പോയി വീട്ടിൽ പോയി നിന്നെ വധിക്കുവാനുള്ള വാളുമായിട്ട് വരാം എന്ന് പറഞ്ഞാൽ പോലും തിരിച്ചൊന്ന് പറയാൻ പറ്റാതെ, തിരിച്ചൊന്ന് നോക്കാൻ പറ്റാതെ, ഭയപ്പെട്ടുകൊണ്ട് വിറങ്ങലിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമുദായം, മുസ്ലിം സമൂഹം തരം താഴ്ത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാത്തത്? എന്തേ ഇവരെ റബ്ബ് സഹായിക്കാത്തത്? പിഞ്ചുമക്കളും അതേപോലെ തന്നെയുള്ള സ്ത്രീകളും വൃദ്ധന്മാരും ഒക്കെ അടങ്ങുന്ന ഒരുപാട് പാവപ്പെട്ടവരെ അതിക്രൂരമായി പീഡിപ്പിക്കുമ്പോൾ, അതേപോലെ തന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ എന്തേ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകാത്തത്? അള്ളാഹുവിന്റെ മതമല്ലേ, പിന്നെ എന്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാകുന്നില്ല എന്നൊരു പക്ഷേ നാം ചോദിച്ചേക്കും. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, തീർച്ചയായും പടച്ച തമ്പുരാൻ മുസ്ലിമീങ്ങളെ സഹായിക്കും. അത് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതാ. മുസ്ലിമിനെ പടച്ച തമ്പുരാൻ സഹായിക്കും. ശരിയാണ്, തീർച്ചയാണ്. ഇസ്ലാം അള്ളാഹുവിന്റെ മതം തന്നെയാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും ഇസ്ലാം അള്ളാഹുവിന്റെ മതം തന്നെയാണ്. പക്ഷേ മുസ്ലിമെ മനസ്സിലാക്കണേ, മുസ്ലിമിനെ പടച്ച തമ്പുരാൻ സഹായിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ ചില നിബന്ധനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സഹായിക്കണം, പടച്ച തമ്പുരാനെ സഹായിക്കണം. എങ്കിൽ നിങ്ങളെ പടച്ച തമ്പുരാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, വയുസബ്ബിത് അഖ്ദാമക്കും, ഒരു ശത്രുവിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ, ഏത് ശത്രുവിന്റെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് സ്ഥൈര്യം തരും, ഈമാൻ തരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ
തആല പഠിപ്പിക്കുകയാണ്. എന്താണ് പടച്ച തമ്പുരാനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കുക എന്നർത്ഥം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചോ അതൊക്കെ ജീവിതത്തിൽ പകർത്തുക എന്നർത്ഥം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റി ജീവിക്കുക എന്നർത്ഥം. അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും, ഇസ്ലാമിന് വിജയമുണ്ടാകും, മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകും. അതുകൊണ്ടാ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വിജയമുണ്ടായത്. പടച്ചു തമ്പുരാനെ ഭയപ്പെട്ട് ആ റബ്ബിനനുസരിച്ച് ജീവിച്ചതുകൊണ്ടാ മുൻഗാമികളായ സ്വാലിഹീങ്ങൾക്ക് വിജയമുണ്ടായത്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, തീർച്ചയായും അള്ളാഹു നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. നാം മനസ്സിലാക്കണം, അള്ളാഹു ഒരാളെയും അകാരണമായി ആക്രമിക്കുകയില്ല. പടച്ചു തമ്പുരാനതിന്റെ ആവശ്യമില്ല. അള്ളാഹു ഒരാളെയും അതിക്രൂരമായി പീഡിപ്പിക്കുകയില്ല. അത് പടച്ചു തമ്പുരാൻ തന്നെ അവന്റെ ഖുർആനിലൂടെ പ്രഖ്യാപിച്ചതാണ്. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ എന്റെ അടിമകളോട് ഒരിക്കലും ക്രൂരത കാണിക്കുകയില്ല, ഞാൻ വാലിമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാ മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മനുഷ്യൻ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, മനുഷ്യൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ മനുഷ്യൻ തന്നെ അവനവൻ തന്നെ വെച്ച് വരുത്തി വെക്കുന്ന പ്രയാസങ്ങൾ തന്നെയാണ്, അവനവൻ തന്നെ മൂലമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിസംബിൻ, മനുഷ്യരുടെ തെറ്റുകളുടെയും മനുഷ്യരുടെ കുറ്റങ്ങളുടെയും മനുഷ്യരുടെ പാപങ്ങളുടെയും ഫലമായിട്ടല്ലാതെ ഒരിക്കലും അള്ളാഹുവിന്റെ പരീക്ഷണം ഇറങ്ങുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ബലാ, അള്ളാഹുവിന്റെ പരീക്ഷണം ഏതൊക്കെ സമയത്തും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെയും നാം നമ്മിലേക്ക് തന്നെ സഹോദരങ്ങളെ ഒന്ന് തിരിച്ചു നോക്കേണ്ടതുണ്ട്. അല്ലേ, ഇന്ന് ജീവിതത്തിന് ക്രമമില്ലാതെയായി പോയി, അനീതിയും അക്രമവും അതേപോലെ തന്നെ പാപങ്ങളും വർദ്ധിച്ചു. അവിടെ പടച്ച തമ്പുരാന്റെ ശിക്ഷ വന്നു, യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ അക്രമമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ശിർക്ക്, ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഏറ്റവും വലിയ പാപമായി പടച്ച തമ്പുരാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശിർക്ക് അത് ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ സമുദായത്തെ പടച്ച തമ്പുരാൻ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലേ, അതുകൊണ്ട് നമുക്കാവണം പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ച വഴിപാടുകളെല്ലാം ഏകനായ നാഥന് മാത്രം അർപ്പിക്കാൻ, റബ്ബിനോട് മാത്രം പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനത്തെ ഒരു സമൂഹമായി യഥാർത്ഥ മുസ്ലിമീങ്ങളായി നാം മാറിയാൽ തീർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുക തന്നെ ചെയ്യും. നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ, ഒരു ദിവസത്തിൽ 17 തവണ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ നാവ് എങ്കിൽ സഹോദര, ആ നാഥനോട് മാത്രമേ സഹായങ്ങൾ ചോദിക്കാവൂ, ആ നാഥനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ നാഥനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തിന് വ്യാപിക്കാനിരിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് വിശദീകരിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനോട് സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, അൻഹുലികു വഫീനാ അസ്വാലിഹൂൻ, അനുഹലിക്കു വഫീന അസ്വാലിഹൂൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങൾ ഉണ്ടായിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ശിക്ഷിക്കുമോ? ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ശിക്ഷിക്കുമോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, നഅം, അതെ, നിങ്ങളുടെ കൂട്ടത്തിലും സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കെ നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എപ്പോൾ? ഇദാ കസുറൽ ഖബസ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ. എന്താ പറഞ്ഞത്? ഇദാ കസുറൽ ഖബസ്, ഖബസ് വർദ്ധിച്ചാൽ. ഖബസ് എന്ന് പറഞ്ഞാൽ തോന്നിയാസം, ചീത്തയായ കാര്യങ്ങൾ, മ്ലേച്ഛമായ കാര്യങ്ങൾ വർദ്ധിച്ചാൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ നശിപ്പിക്കുക തന്നെ ചെയ്യും. റബ്ബിന്റെ പരീക്ഷണം ഉണ്ടാകുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇന്ന് സമൂഹം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും ചീത്തയായ കാര്യങ്ങൾ കാണാൻ, ചീത്തയായ കാര്യങ്ങൾ കേൾക്കാൻ, ചീത്തയായ കാര്യങ്ങൾ ആസ്വദിക്കാനാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് മനുഷ്യരിലെ ബഹുഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത താല്പര്യം. അതിന്റെ പിന്നാലെ പോകാൻ, അത് കാണാൻ, അത് കേൾക്കാൻ. കാണല്ലേ എന്ന് പറഞ്ഞാലും, അത് ഹറാമാണെന്ന് പറഞ്ഞാലും, ഈ ഖുതുബ കേട്ടാലും, വീണ്ടും പോയി ഇന്നും സിനിമയും സീരിയലും കാണുന്ന ഈ ഖുതുബ കേട്ടാലും, മ്യൂസിക് ഹറാമാണെന്ന് പറഞ്ഞാലും ഇന്നും പോയി മ്യൂസിക് കേൾക്കുന്ന ആളുകൾ ഒരുപക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പാടില്ല സഹോദര. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഭാരമായ അനുഗ്രഹമാം ആധുനിക സൗകര്യങ്ങൾ, ഇന്റർനെറ്റ് പോലുള്ള, അതേപോലെയുള്ള മറ്റുള്ള മൊബൈൽ പോലുള്ള ഒരുപാട് സൗകര്യങ്ങൾ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ
ഉപയോഗിക്കാൻ, അതിലൂടെ റബ്ബിനെ കണ്ടെത്താൻ, റബ്ബിന്റെ മാർഗത്തെക്കുറിച്ച് പഠിക്കാൻ നമുക്കാവണം. അതല്ലാതെ സിനിമ കാണാനോ സീരിയൽ കാണാനോ അതേപോലെയുള്ള മ്ലേച്ഛമായ കാര്യങ്ങൾ കാണാനോ അല്ല അതൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ മുസ്ലിം സമുദായമെന്ന് പറയുന്ന ആളുകൾ പോലും ഞാൻ മുസ്ലിം സമുദായമെന്ന് പറയാനുള്ള കാരണം ഇതിന്റെ കൃത്യമായ നിയമവശങ്ങളൊക്കെ കൃത്യമായ രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ. പക്ഷേ ആ മുസ്ലിമീങ്ങൾ പോലും ഇന്ന് ആ രൂപത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ചീത്തയുടെ പിന്നാലെ, മ്ലേച്ഛതയുടെ പിന്നാലെ, അതിന്റെ പിന്നാലെ ആളുകൾ സഞ്ചരിക്കുകയാണ്. അല്ലേ, മൊബൈൽ ഉപയോഗിക്കാം നമുക്ക്. പക്ഷേ ആ മൊബൈൽ നാം ഉപയോഗിക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹ് അറിയുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ഉപയോഗിക്കാൻ നമുക്കാവണം. ഒരു മിസ്ഡ് കോൾ വരുമ്പോഴേക്കും അതങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ശബ്ദമാണെങ്കിൽ പിന്നെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കാനും പിന്നീട് അവിഹിത ബന്ധത്തിലേക്ക് പോകാനും അത് കാരണമായാൽ നാളെയുടെ ലോകത്ത് പരലോകത്ത് പടച്ചു തമ്പുരാന്റെ കോടതിയിൽ ശക്തമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടും അതൊന്നും മനസ്സിലാക്കാനോ ആ കാര്യങ്ങൾക്ക് പിന്നാലെ കൃത്യമായി പഠിക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. അല്ലേ, ഇന്ന് മൊബൈൽ കൊണ്ടുള്ള പ്രയാസങ്ങൾ, യൂട്യൂബ് കൊണ്ടുള്ള പ്രയാസങ്ങൾ, ഫേസ്ബുക്ക് കൊണ്ടുള്ള പ്രയാസങ്ങൾ ഇറങ്ങിപ്പോകുന്നു നമ്മുടെ പെൺമക്കൾ. എന്റെ പെൺമക്കൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോ, അതിനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ, ആൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുമ്പോ പറഞ്ഞില്ല രക്ഷിതാക്കൾ, മോനെ ഹറാമ് കാണരുതേ, ഹറാമ് കേൾക്കരുതേ എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്ക് മൊബൈൽ വാങ്ങി കൊടുക്കുമ്പോ അതേപോലെയുള്ള കണക്ഷനുകൾ എടുത്തു കൊടുക്കുമ്പോ പറഞ്ഞില്ല അവളോട്, അതുകൊണ്ട് ഹറാമ് കാണരുത്, ഹറാമ് കേൾക്കരുത് എന്ന്. എന്റെ പ്രയാസം, ആരാ പ്രയാസം അനുഭവിക്കുന്നത്? ഞാനും നിങ്ങൾ പടങ്ങുന്ന സമൂഹമല്ലേ? വായിച്ചില്ലേ നിങ്ങൾ പത്രത്തിൽ? 12ഓളം വരുന്ന സ്ത്രീകളാണ്, ഭാര്യമാരാണ് കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിലായി നല്ല എഡ്യൂക്കേറ്റഡായ, നല്ല വിദ്യാഭ്യാസമുള്ള 12ഓളം ഭാര്യമാരാണ് വിവാഹമോചനത്തിന് വേണ്ടി നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്ന പത്രം നമ്മൾ വായിച്ചത്. എന്തേ കാരണം? ഇതുപോലെയുള്ള മൊബൈലും ഇന്റർനെറ്റും അതേപോലെയുള്ള ഫേസ്ബുക്ക് പോലുള്ള അതെല്ലാം ദുരുപയോഗം ചെയ്യുമ്പോ, അതിലൂടെ അവിഹിത ബന്ധം വളരുമ്പോ, പിശാചിനെല്ലാം വളവിട്ടുകൊടുക്കുമ്പോ, അതിലൂടെ തെറ്റായ മാർഗത്തിലേക്ക് സഞ്ചരിക്കുമ്പോ പാടില്ല മുസ്ലിമേ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മളെല്ലാവരും സൂക്ഷിക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. മനസ്സിലാക്കണേ, ചില ആളുകൾ വിചാരിച്ചത് എന്താണെന്നറിയോ? അള്ളൊന്നും കാണുന്നില്ല, അള്ളതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ എന്നെ റബ്ബ് പിടിക്കണം. ഞാൻ ഒരുപാട് കാലമായി സിനിമ കാണാൻ തുടങ്ങിയിട്ട്, ഞാൻ ഒരുപാട് കാലമായി ഇതേപോലെയുള്ള അശ്ലീല കാര്യങ്ങൾ കേൾക്കാനും പറയാനും അനുഭവിക്കാനും ഒക്കെ തുടങ്ങിയിട്ട്, പക്ഷേ പടച്ചു തമ്പുരാൻ എന്നെ പിടിക്കുന്നില്ലല്ലോ. പിടിക്കണമെങ്കിൽ ആദ്യം പിടിക്കണ്ടേ? മനസ്സിലാക്കണം നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നല്ലാഹ യുംലി ലിൽ-ളാലിം, അക്രമിയെ പടച്ചു തമ്പുരാൻ ഒരു പരിധി വരെ ഇങ്ങനെ അയച്ചു വിട്ടുകൊണ്ടേയിരിക്കും. അവൻ എവിടെ വരെ പോകും, എവിടെ വരെ പോകുമെന്ന് റബ്ബ് നോക്കുകയാണ്. ഹത്താ ഇദാ അഖദഹു ലം യുഫ്ലിത്, പിടുത്തം വന്നാൽ, റബ്ബിന്റെ പിടുത്തം വന്നാൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്കാവില്ല കേട്ടോ. ആ പിടുത്തത്തിൽ നിന്നും കുതറിമാറാൻ നിങ്ങൾക്കാവില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, സൂക്ഷിക്കണേ. കണ്ണുകൊണ്ട് ഹറാമ് കാണരുത്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുത്, കാതുകൊണ്ട് വ്യഭിചരിക്കരുത്, അതേപോലെ തന്നെ കൈകാലുകൾ കൊണ്ട് വ്യഭിചരിക്കരുത്, ഹറാമായത് സംസാരിക്കരുത്, ഹറാമായത് കേൾക്കരുത്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഹറാമായതിലേക്കൊന്നും നമ്മുടെ കയ്യും കാലും കണ്ണും മൂക്കും ഒന്നും അതിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. നാം മനസ്സിലാക്കണം, ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിനം നമുക്ക് വരാറുണ്ട്. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഞാൻ തന്ന കണ്ണുകൊണ്ടെന്ത് കണ്ടു, അള്ളാന്റെ ചോദ്യമുണ്ടാകും. ഞാൻ തന്ന കാതുകൊണ്ടെന്ത് കേട്ടു, റബ്ബിന്റെ ചോദ്യമുണ്ടാകും. എത്രത്തോളം നിന്റെ മനസ്സിൽ നീ അനുഭവിച്ച ആ ചിന്ത പോലുമുണ്ടല്ലോ, അതിനെക്കുറിച്ച് പോലും, ആ വികാരങ്ങളെ കുറിച്ച് പോലും അവിടെ കൃത്യമായി മറുപടി പറയാതെ ഒരു കാൽപാദം പോലും, ഒരടി പോലും മുന്നോട്ട് നീക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മാറണം. ഒരിക്കലും ഹറാമ് കാണുന്ന, ഹറാമ് കേൾക്കുന്ന, ഹറാം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൽ, അതേപോലെയുള്ള ചമറുകളെ പോലെയുള്ള ഒരു വിഭാഗത്തിൽ നാം പെട്ടുപോകരുത്. മറിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اتقوا الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്തിടെയുണ്ടായ ചില ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങളാൽ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ് ഇന്ന് യമൻ സഹോദരങ്ങൾ.
ഏകദേശം 1 കോടിയോളം വരുന്ന ജനസമൂഹം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഹാരം ലഭിക്കാതെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ആളുകൾ പ്രയാസപ്പെടുമ്പോൾ, മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവരാണ് ബുദ്ധിമുട്ടുന്നത് എങ്കിലും അവരിലൂടെ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുകയാണ്. അവരിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ പരീക്ഷിക്കുകയാണ്. നാം പറയും റബ്ബിന്റെ വല്ലാത്തൊരു പരീക്ഷണം അവർക്ക്, റബ്ബിന്റെ വല്ലാത്തൊരു ബല അവർക്ക്. പക്ഷേ മനുഷ്യരെ, വിശ്വാസികളെ, സഹോദരങ്ങളെ മനസ്സിലാക്കിക്കോ, അവർക്ക് പരീക്ഷണം എന്ന് പറയുമ്പോൾ ഒരു വിരൽ നമുക്ക് നരച്ചുകൊണ്ടാ നമുക്കാവണം. അവർക്കല്ല പരീക്ഷണം, അവരിലൂടെ പടച്ച തമ്പുരാൻ നമ്മെ പരീക്ഷിക്കുകയാണ്. ഏതുപോലെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെയുടെ ലോകത്ത് ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ, നാളെ പരലോകത്തൊരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പുത്ര, ഞാൻ നിന്റെ അടുക്കൽ വിശന്നുകൊണ്ട് ഭക്ഷണം ആവശ്യമുള്ളവനായി വന്നില്ലേ? ഫലാ തുത്ഇമനി, നീ എന്നെ ഭക്ഷിപ്പിച്ചില്ലല്ലോ. ഞാൻ നിന്റെ അടുക്കൽ വിശന്നുകൊണ്ട് വന്നപ്പോ, ഭക്ഷണം ആവശ്യപ്പെട്ടു കൊണ്ടുവന്നപ്പോ നീ എനിക്ക് ഭക്ഷണം തന്നില്ലല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ആളുകളോട് പറയുമ്പോ ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കുകയാണ്, യാ റബ്ബി, എന്റെ റബ്ബേ, വ കൈഫ ഉത്ഇമുക വ അൻത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെയാണ് നിന്നെ ഭക്ഷിപ്പിക്കുക, കാരണം നീ റബ്ബുൽ ആലമീൻ അല്ലേ? കാലാം, ആ സമയത്തതാ റബ്ബിന്റെ മറുപടി, അമാ അലിംത അന്നഹു ഇസ്തതഅമക അബ്ദി ഫുലാൻ, നിന്റെ അടുത്തത് ഒരു ഭക്ഷണം തേടിക്കൊണ്ട് വിശപ്പുകാരനായിക്കൊണ്ട് എന്റെ ഇന്ന അടിമ വന്നില്ലേ? ആ സമയത്ത് ഫലാ തുത്ഇമുഹു, നീ അവനെ ഭക്ഷിപ്പിച്ചില്ല, നീ അവനെ പരിഗണിച്ചില്ല, നീ അവന് ആഹാരം കൊടുത്തില്ല. നീ മനസ്സിലാക്കണേ, അമാ അലിംത അന്നക ലൗ അത്അംതഹു ലവജത്ത ദാലിക ഇൻദി, ആ അടിമയെ നീ ഭക്ഷിപ്പിച്ചിരുന്നുവെങ്കിൽ, ആ അടിമക്ക് നീ അവന്റെ വിശപ്പ് മാറാനുള്ള സഹായം നീ ചെയ്തു കൊടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ എന്നെ കണ്ടെത്താൻ നിനക്ക് സാധിക്കുമായിരുന്നു, അവിടെ എന്നെ കണ്ടെത്താൻ നിനക്ക് സാധിക്കുമായിരുന്നു. വീണ്ടും ചോദിക്കുന്നു, യബ്ന ആദം, ആദമിന്റെ പുത്ര, ഞാൻ ദാഹിച്ചവനായി നിന്റെ അടുക്കൽ വന്നപ്പോ നീ എനിക്ക് വെള്ളം തന്നില്ലല്ലോ. വെള്ളം ആവശ്യപ്പെട്ടു വന്നപ്പോ എന്തേ നീ എനിക്ക് വെള്ളം തരാത്തെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു മനുഷ്യൻ, യാ റബ്ബി കൈഫ അസ്ഖീക വ അൻത റബ്ബുൽ ആലമീൻ, നാഥാ, നീ റബ്ബുൽ ആലമീൻ അല്ലേ, നീയല്ലേ ഞങ്ങളെ കുടിപ്പിക്കുന്നത്, പിന്നെ എങ്ങനെ നിന്നെ ഞങ്ങൾ കുടിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോ അവിടുന്ന് റബ്ബിന്റെ മറുപടി, ഇസ്തസ്ഖാക അബ്ദി ഫുലാനുൻ ഫലം തസ്ഖിഹി, എന്റെ ഒരടിമ നിന്റെ അടുത്ത് വന്നില്ലേ, വന്നുകൊണ്ട് വെള്ളം ചോദിച്ചുകൊണ്ടൊരടിമ വന്നില്ലേ? ആ സമയത്ത് ആ അടിമയെ പരിഗണിക്കാൻ നിനക്കായില്ലല്ലോ, ആ അടിമക്ക് വെള്ളം കൊടുക്കാൻ നിനക്കായില്ലല്ലോ. അമാഇന്നകലൗ സഖൈതഹു വജത്ത ദാലിക ഇൻദി, ആ അടിമക്ക് നീ ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ, ആ അടിമക്ക് നീ വെള്ളം കൊടുത്തിരുന്നുവെങ്കിൽ, ആ അടിമയുടെ വിശപ്പും ദാഹവും നീ പരിഗണിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ എന്നെ നിനക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ആളുകളോട് പറയുമെന്നതാ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കാവണം, പല രൂപത്തിലായിരിക്കാം റബ്ബിന്റെ പരീക്ഷണം. അത് റബ്ബിന്റെ പരീക്ഷണം അവരെക്കാളേറെ നമ്മെ പരീക്ഷിക്കുവാനാണെന്ന് മനസ്സിലാക്കി എവിടെ പാവപ്പെട്ട മനുഷ്യനെ കണ്ടാലും യമൻകാരെ കുറിച്ച് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സഹോദരങ്ങൾ, നാട്ടിലെ സഹോദരങ്ങളുണ്ട്, ചുറ്റുപാടിലും സഹോദരങ്ങളുണ്ട്. ആരാണോ പ്രയാസപ്പെടുന്നത്, ആരാണോ കടം കൊണ്ട് പ്രയാസപ്പെടുന്നത്, അവരെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ കണ്ടെത്തുകയും അവരുടെ പ്രയാസങ്ങൾ നമ്മെ കൊണ്ടാവുന്ന രൂപത്തിൽ ഒരു ദീർഘമിന്റെ സഹായമാണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതെങ്കിൽ അത്രയെങ്കിലും സഹോദരങ്ങളെ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ച നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് പടച്ച തമ്പുരാന്റെ സഹായമുണ്ടാകും. ഈ ലോകത്തും പരലോകത്തും അല്ലാഹുവിന്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കാൻ അത് കാരണമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ റഹ്മത്തും ബറക്കത്തും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ, പ്രത്യേകിച്ച് പടച്ച തമ്പുരാനെ യമൻകാർ നിനക്കറിയാം. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും അവരുടെ പ്രയാസങ്ങളൊക്കെയും നീ നീക്കി കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട് നാഥ.
അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായും രഹസ്യമായും പരസ്യമായും ഒരുപാട് തിന്മകൾ നാഥ ചെയ്തു പോയിട്ടുണ്ട്. അള്ളാഹുവെ, ഞങ്ങൾക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, അതിന്റെ പേരിൽ നാളെ പരലോകത്ത് പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കല്ലേ നാഥ. അതിന്റെ പേരിൽ ഈ ലോകത്തും പരലോകത്തും നീ ഞങ്ങൾ അപമാനിക്കരുതേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ ഒരുപാട് ആളുകൾ, പലരുടെയും മാതാപിതാക്കൾ, നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പലരും ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി വസിയത്ത് ചെയ്തിട്ടുണ്ട് നാഥ. അവർക്കെല്ലാം അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അതേപോലെ തന്നെ വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നാഥ, അവർക്ക് നീ ശിഫ നൽകണേ നാഥ. അള്ളാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. അള്ളാഹുവേ, ഹിദായത്തിന്റെ മാർഗത്തിൽ ജീവിക്കുവാനും ആ രൂപത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനും നാഥ നീ അവർക്ക് തൗഫീക്ക് നൽകണേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി അവരെ അനുസരിക്കുന്ന അവരുടെ തൃപ്തിയോടുകൂടി ജീവിക്കുന്ന യഥാർത്ഥ നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി നീ ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകുന്ന ഇണകളെയും മക്കളെയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, സത്യത്തിലേക്ക് നയിക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്ന, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന നല്ല കൂട്ടുകാരെയും ഇണകളെയും മക്കളെയും പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും നാഥ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹുവേ, ശിർക്കിലേക്ക്, ബിദ്അത്തിലേക്ക്, നരകത്തിലേക്ക് നയിക്കുന്ന എല്ലാവിധ പിശാചിന്റെ കൂട്ടുകാരിൽ നിന്നും, കുടുംബക്കാരിൽ നിന്നും, ഇണകളിൽ നിന്നും, മക്കളിൽ നിന്നും നാഥ, പണ്ഡിതന്മാരും നേതാക്കന്മാരും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم بارك لنا في يمننا. اللهم بارك لنا في يمننا. اللهم بارك لنا في يمننا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.